ഹായ് മക്കളെ, ഇവിടെ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ക്ലാസ്സിലെ ടോപ്പർ ആവണം എന്നുള്ളത് അല്ലേ. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെ. വേറെ അതിലൊരു ആരോട് ചോദിച്ചാലും, ഏത് ഉഴപ്പന്മാരോട് ചോദിച്ചാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഒരു ദിവസം ഞാനും ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് മക്കളെ നമുക്ക് പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ നമ്മൾ ക്ലാസ്സിലെ ടോപ്പർ അല്ലാത്തത്, അല്ലെങ്കിൽ ആവാൻ കഴിയാത്തത്? അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അവനാണ് ക്ലാസ്സിലെ ടോപ്പർ, അവനക്കാണ് എപ്പോഴും ഒന്നാം റാങ്ക്, അല്ലെങ്കിൽ അവൾക്കാണ് എപ്പോഴും സെക്കൻഡ് പ്രൈസ് കിട്ടുക, അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ഇതൊക്കെ കിട്ടുക അല്ലേ. സെക്കൻഡ് തേർഡൊക്കെ അവൾക്കോ അവനക്കോ ആയിരിക്കും. എനിക്കൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊക്കെ ആദ്യ 10 സ്ഥാനത്ത് എത്തിയാലെത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ? ആദ്യം മക്കൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമാണ്. എല്ലാവരെ കൊണ്ടും കഴിയും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ ഡോക്ടറായി വരുന്നതോ ചിലപ്പോൾ IAS ആയി വരുന്നതോ, അതൊക്കെ അവരൊക്കെ എന്താണ് മാറി ചിന്തിച്ചു. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഉടായ്പായിരുന്നു, ഉഴപ്പന്മാരായിരുന്നു, അങ്ങനെ പറഞ്ഞതൊന്നും അനുസരിക്കാതെ അങ്ങനെ കളിച്ച് നടത്തിയിട്ട് നിങ്ങളെങ്ങനെ IAS എത്തി, അല്ലെങ്കിൽ ഈ വലിയ ജോലിയിലേക്ക് എത്തി? അപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മക്കൾക്ക് ക്ലാസ്സിൽ ടോപ്പർ ആവാൻ പറ്റിയ കുറച്ച് ടെക്നിക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് മുതൽ മക്കൾ ഇതൊന്ന് പയറ്റി നോക്കി, അല്ലെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ. ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു, ഒരുപാട് ആളുകളോട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, അല്ലെങ്കിൽ അവരോട് നോർമൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഞാൻ പറയാം, എനിക്കൊന്ന് ടോപ്പർ ആവണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ടോപ്പ് ആവണം ക്ലാസ്സിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിന്നിട്ട് പെട്ടെന്ന് ക്ലാസ്സിൽ ഇങ്ങനെ വിളിച്ച് പറയാൻ കഴിയണം. മിസ്സേ അതല്ല ആൻസർ, മിസ്സേ ഞാൻ എഴുതി കഴിഞ്ഞു, അങ്ങനെ പറയുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമല്ലേ മക്കളെ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കണ്ടെത്തിയത്? 4 ടെക്നിക്കുകളാണ് മക്കളെ. 4 ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ 4 ടെക്നിക്കുകൾ ഇതായി കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ടായി ക്ലാസ്സിലെ ടോപ്പർ ആവും. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അത് മാത്രമല്ല, ഈ വീഡിയോ കാണുന്നതിന് പുറമെ സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ, ഞാനൊരു താഴ്മയോട് കൂടി പറയാണ്, വേറെ ഒന്നിനല്ല, എനിക്ക് ഒരു ഇതിൽ നിന്ന് പൈസ കിട്ടാനോ അല്ലെങ്കിൽ മറ്റൊന്നല്ല, ഇത് സത്യസന്ധമായിട്ട് പറയാണ്. ഇതിലൂടെ, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത ഒരു വീഡിയോ ഇതിൽ വരില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാം, പിന്നെ 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് എപ്പോഴാണ്, എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ മക്കൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള കസിൻസിനൊക്കെ ഈ ചാനൽ വിട്ടുകൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് മക്കൾ ആഡാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും അതിലൂടെ എന്തായിരിക്കും ഞാൻ പറഞ്ഞു തരും. ഞാൻ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെയും അധ്യാപകർ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ മക്കളെ നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യണേ, ഇപ്പം തന്നെ ചെയ്യണം. ചെയ്ത് വന്നിട്ട് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, നല്ല കുട്ടികളല്ലേ? ഓക്കെ, അപ്പോൾ 4 ടെക്നിക്കുകൾ നോക്കാം. ഒന്നാമത്താണ് അവോയ്ഡ് ഫ്ലുവൻസി എലൂഷൻ. അവോയ്ഡ് ഫ്ലുവൻസി എലൂഷൻ. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കാം, അയ്യോ ഇത്രയും വലിയ സംഭവമായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല. ഇടത് വലിയ സംഭവം എന്നല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളൊരു സംഭവമാണ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടോപ്പിക്, ഒരു ചെറിയൊരു കാര്യം പഠിച്ചു പോകുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സംഭവം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ ഗുണനപ്പട്ടിക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബുക്ക് നോക്കുമ്പോൾ ഇതെനിക്കറിയാം, പക്ഷേ എക്സാം ഹാളിലേക്ക് പോയി ഇതിങ്ങനെ എഴുതാൻ നിൽക്കുമ്പോൾ അയ്യോ മറന്നുപോയല്ലോ. അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലുവൻസി ഇലൂഷൻ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം നമുക്ക് തോന്നൽ വരും, ഞാൻ പഠിച്ചു കഴിഞ്ഞു, പക്ഷേ എക്സാം ഹാളിൽ പോകുമ്പോൾ അത് എഴുതാൻ കഴിയില്ല, അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാൻ കഴിയണില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മക്കളെ. 2 സ്റ്റെപ്പാണ്. ഒന്ന്, നമ്മൾ പഠിക്കുന്ന കാര്യം 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക, അല്ലെ റീഡ് 1 to 2 times എന്ന് പറയുന്നത്. 1, 2, 3 പ്രാവശ്യം കൂടി പോയാലൊന്നും ഒരു കുഴപ്പമില്ല. മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും മക്കളെ റീഡ് ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? റീകോൾ 3 to 4 times എന്നാണ്. റീകോൾ 3 to 4 times എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ അതിനെ തന്നെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒരു 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 4 പ്രാവശ്യമോ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഒന്ന് ഓർത്തെടുക്കുക. ഇങ്ങനെ ഓക്കെ ഇതാണ് സംഭവം. ഓക്കെ, ഇപ്പം ഞാനൊരു മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വർഗ്ഗമൂലം എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അത് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 2ന്റെ സ്ക്വയർ 4. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു വട്ടം 2ന്റെ സ്ക്വയർ 4 ആണ് കേട്ടോ, 2ന്റെ സ്ക്വയർ 4 ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? റീകോൾ ചെയ്തെടുക്കുക. 3-4 വട്ടം ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ആ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് അത് ഓർമ്മയിലുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് സ്പേസിങ് എഫക്റ്റ്. അണ്ടർസ്റ്റാൻഡ് സ്പേസിങ് എഫക്റ്റ്. അപ്പോൾ മക്കളൊക്കെ മെസ്സേജ് ചെയ്ത് പറയാം, സാറേ ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാം ഹാളിൽ നിന്ന് ഞങ്ങൾക്ക് അതൊന്നും എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? അങ്ങനെ കുറേ പഠിക്കേണ്ട. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 2 കിലോമീറ്റർ നമ്മൾ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ നമ്മൾ നടക്കാം. ഒറ്റയടിക്ക് 5 കിലോമീറ്റർ നടന്നാൽ നമ്മളെന്തായിരിക്കും? ടയേർഡാവും. ഹൗ എന്ന് പറഞ്ഞ് നിൽക്കും, ടയേർഡാവും അല്ലേ? എന്നാൽ ആദ്യം 2 കിലോമീറ്റർ, എന്നിട്ട് വൈകുന്നേരം 2 കിലോമീറ്റർ,
ടോട്ടൽ 4 കിലോമീറ്ററാണ് നടക്കാമെന്ന് നമ്മൾ വിചാരിക്കുക. ഞാൻ 5 പറഞ്ഞാലും പോട്ടെ, 4 കിലോമീറ്റർ നടക്കാം. അപ്പോൾ ആദ്യം 2 കിലോമീറ്റർ നടക്കാം, എന്നിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകുന്നേരം ഒരു 2 കിലോമീറ്റർ നടക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം 4 കിലോമീറ്റർ നടക്കുകയും ചെയ്തു, പക്ഷെ നമ്മൾ ടയേർഡ് ആവുകയും ചെയ്തില്ല, നമ്മൾ ഭയങ്കര ഹെൽത്തി ആവുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റഡിയുടെ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 അവർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 4 അവറാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ വിചാരിക്കാം, 4 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ഇറ്റ് വിത്ത് 1 ഹവർ എന്നാണ്. ഓരോ ഹവറുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് 1 അവർ പഠിക്കുക, ഒരു 5-10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് വർത്താനം പറയുക വീട്ടിൽ, എന്നിട്ട് വീണ്ടും പഠിക്കാൻ വരിക. അങ്ങനെ സ്പ്ലിറ്റ് എന്തായിരിക്കുക, 1 അവറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അത് പഠനത്തിൻ്റെ ഓരോ രീതിക്ക് അനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നല്ല മെൻ്റലി നിങ്ങൾ ഓക്കെ ആയിരിക്കും. മൂന്നാമത്തെ ടിപ്സാണ് ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് അതേഴ്സ്. മക്കളെ നമ്മൾ അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റിലും മാസ്റ്റർ ആയിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് അറിവുണ്ടായിരിക്കണം, എന്നാലല്ലേ നമ്മൾ ആവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാ സബ്ജക്റ്റിലും കിടിലനായിട്ട് മാസ്റ്റർ ആവാൻ കഴിയുക, എങ്ങനെയാണ് അടിപൊളി ആവാൻ കഴിയുക എന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം ടെസ്റ്റ് യുവർ സെൽഫ്, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് തന്നെ ഒരു എക്സാം നടത്താം. അപ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിക്കാം 2ന്റെ സ്ക്വയർ എത്ര, അപ്പോൾ ഞാൻ തന്നെ പറയാം 4. 4ന്റെ സ്ക്വയർ എത്ര, 16 അല്ലേ, 16. അങ്ങനെ നമ്മളെ തന്നെ ഒരു എക്സാം നടത്താം, ക്വസ്റ്റ്യൻ ഇടാം, നമ്മളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മാസ്റ്റർ ആവുള്ളതാണ് ടീച്ച് അതേഴ്സ്. നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ളവർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നല്ലോ. വീട്ടിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇതൊക്കെയാണ് 2ന്റെ സ്ക്വയർ 4 4ന്റെ സ്ക്വയർ 16 3ന്റെ സ്ക്വയർ 9 ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ പഠിപ്പിക്കുമ്പോൾ ആദ്യം ഒരു സബ്ജക്റ്റിൽ മാസ്റ്റർ ആയതിനു ശേഷം നമ്മൾ ഒരാളെ പഠിപ്പിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി അറിവുണ്ടെങ്കിൽ മാത്രമല്ലേ മറ്റൊരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റ് വന്നു, എനിക്കറിയില്ല ആ സബ്ജക്റ്റ്, വീണ്ടും നമ്മൾ ആ സബ്ജക്റ്റ് നോക്കുക, റീകോൾ ചെയ്യുക, വീണ്ടും നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക, എന്നിട്ട് വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയായിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. 4ാമത്തെ സ്റ്റെപ്പാണ് മക്കളെ, ഉറക്കം എന്നുള്ള സംഭവം. സ്ലീപ്പ് ഇൻഡീഡാണ്, ഉറക്കം മസ്റ്റാണ്. എന്ന് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങാന്നുള്ളതല്ല. ഒരു സർവേ നടത്തി. എങ്ങനെയാണ് ആ സർവേ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിന് 2 ഗ്രൂപ്പിനെ എടുത്തു, സെറ്റ് ഓഫ് 2 ഗ്രൂപ്പിനെ എടുത്തു. 2 ഗ്രൂപ്പിനെ എടുത്തിട്ട് സെയിം ടോപ്പിക്ക് സെയിം ടൈം പഠിക്കാൻ കൊടുത്തു. മനസ്സിലാക്കണേ, ഒരു ഇത് എടുത്തിട്ട് ഒരു സെയിം ടോപ്പിക്ക്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗുണന പട്ടിക തന്നെ 2 ഗ്രൂപ്പിന് ഒരു മണിക്കൂർ പഠിക്കാൻ കൊടുത്തു. എന്നിട്ട് അവരോട് ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു ഇനി നിങ്ങൾ ഉറങ്ങിക്കോ, ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിറ്റേന്നാൾ വന്നപ്പോൾ അവർക്കൊരു എക്സാം നടത്തി. അപ്പോൾ ഈ ഉറങ്ങി വന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്യും, ഓർമ്മശക്തി നല്ല നിന്നിട്ടുണ്ട്. പക്ഷെ ഉറങ്ങാത്തവർക്ക് ഇതൊന്നും ഓർമ്മയിലുമില്ല, എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പറയുന്നത് കൃത്യമായിട്ടൊരു 7 to 8 അവറെങ്കിലും നിങ്ങൾ ഉറങ്ങണം എന്നാണ്. ഒരു 7 അവർ അല്ലെങ്കിൽ ഒരു 8 അവർ, മക്കളിപ്പോൾ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ ഒരു 8 അവറെങ്കിലും എന്ത് ചെയ്യുക, ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ പഠനം കഴിഞ്ഞിട്ട് ഉറങ്ങാതെ പഠിക്കേണ്ട, നിങ്ങൾ ഉറക്കം കൂടി ഒരു ദിവസത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്മാർട്ടായി ക്ലാസ്സിൽ ടോപ്പർ ആവാൻ കഴിയുള്ളൂ. അപ്പോൾ മക്കളെ ഇതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കൂ. പിന്നെ ഇത് മാത്രം പഠിച്ചാൽ മതിയോ, മെല്ലെ നമ്മൾ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. 7ാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഇത് ഫോളോ അപ്പ് ചെയ്താൽ മക്കൾക്ക് അതൊരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കൊക്കെ വലിയ രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പം തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളൂ. മാറ്റം കണ്ടില്ല ഈ മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒഴിവാക്കിയേക്കെ അല്ലേ. പക്ഷെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് നിങ്ങൾക്ക്, ഇത്രയും ഗ്യാരണ്ടി ആരും തരില്ല നിങ്ങൾക്ക്. അപ്പോൾ മക്കളെ ഇതേപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് പഠിപ്പിച്ച് സെറ്റാക്കി തരികയും ചെയ്യും. എന്താണ് ചെയ്യേണ്ടത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെത്തും. എജുപോർട്ടിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാ 7ാം ക്ലാസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് കിട്ടും. അതാവുമ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കുക, ഈ കൊല്ലം സെറ്റാക്കണം, ഹാപ്പി ആയിരിക്കുക. നിങ്ങൾ സ്മാർട്ട് തന്നെയാണ് ക്ലാസ്സിലായിരിക്കുക. ഇനി മുതൽ നിങ്ങളാണ് ക്ലാസ്സിലെ ടോപ്പർ. ബൈ.